കുന്നംകുളത്തെ LDF സ്ഥാനാർത്ഥി പ്രചാരണം തുടരുകയാണ്. എന്നോടൊപ്പം AC മൊയ്തീനാണുള്ളത്. വികസനം തന്നെയാണ് കേരളത്തിലെ ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നോട്ട് വയ്ക്കുന്നത്. ഇവിടെ താലൂക്ക് രൂപീകരണം, അതിൻ്റെ പുതിയ കെട്ടിടം, സിന്തറ്റിക് ട്രാക്ക്, നഗരത്തിലെ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കൽ, റോഡുകൾ, പാലങ്ങൾ, ഒരു മണ്ഡലത്തിൽ 12,000 കോടി രൂപയുടെ വികസനം 10 വർഷക്കാലം കൊണ്ട് നടക്കുക എന്ന് പറഞ്ഞാൽ അത് ഈ കേരളത്തിൻ്റെ ചരിത്രത്തിലില്ലാത്തതാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി മാതൃഭൂമി ന്യൂസിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ കേരളത്തിലൊരു ഡീൽ നടക്കുന്നുണ്ട്, അത് BJPയും കോൺഗ്രസും തമ്മിലൊരു ഡീലാണ്, പല മണ്ഡലങ്ങളും അങ്ങനെ ഒരു ഡീൽ നടക്കുന്നുണ്ടെന്നുള്ളത്. ഇപ്പോൾ കുന്നംകുളത്തെ കാര്യം നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ തവണ BJPയുടെ ജില്ലാ അധ്യക്ഷൻ മത്സരിച്ച ഒരു ഇടം കൂടിയാണ്. അവിടെ ഇത്തവണ BJPക്ക് സ്ഥാനാർത്ഥിയല്ല, അത് BDJSന് നൽകിയിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഈ പറഞ്ഞ പോലെ മുഖ്യമന്ത്രിയുടെ വാക്കുകൾക്ക് ഏതെങ്കിലും തരത്തിൽ ഇവിടെ ഒരു പ്രാധാന്യമുണ്ടോ? ഞാൻ അങ്ങനെ കരുതുകയാണ്. മുഖ്യമന്ത്രി അർത്ഥവത്തായ ഒരു പ്രയോഗമാണ് നടത്തിയിട്ടുള്ളത്. അത് വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ്. ഇവിടെ ഇപ്പോൾ BDJSൻ്റെ സ്ഥാനാർത്ഥിയുണ്ട്. BDJSൻ്റെ സ്ഥാനാർത്ഥിയുടെ ഏതെങ്കിലും തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് BJP സഹകരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അത് അത്തരമൊരു നിലപാട് ഇവിടെ സ്വീകരിക്കുന്നത് മുഖ്യമന്ത്രി പറഞ്ഞ ആ ആശയം ഇവിടെ BJPയും കോൺഗ്രസും കൂടിയുള്ള ഒരു ധാരണയിലേക്ക് പോകുമോ എന്നുള്ള ന്യായമായി ജനങ്ങൾക്കിടയിൽ വർത്തമാനമുണ്ട്. വളരെ വലിയ ഇതിൽ വർത്തമാനമുണ്ട്. BJPയുടെ ഇപ്പോൾ NDAയുടെ ഓഫീസ് തുടങ്ങിയിട്ട് അതിൻ്റെ ബോർഡ് വെച്ചിട്ട് അത് തുറക്കുക പോലും ചെയ്യാതെ നിൽക്കുന്ന അവസ്ഥയുണ്ട്. ജനങ്ങളിതൊക്കെ കാണുകയല്ലേ, ജനങ്ങൾ തീരുമാനിക്കട്ടെ. അപ്പം അങ്ങനെ ഒരു ഡീൽ വന്നാലും ഇവിടെ ഇടതുപക്ഷത്തിന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു വെല്ലുവിളിയാവുമോ? തീർച്ചയായിട്ടും ഇല്ല. കാരണം അങ്ങനെ ഒരു ഡീലിൻ്റെ പുറകെ പോകുന്നവരല്ല കുന്നംകുളത്തെ വോട്ടർമാർ. ജില്ലയിലെ മൊത്തം കാര്യം നോക്കുകയാണെങ്കിൽ 13-ൽ 12 നിലവിൽ LDF ആണ്. അപ്പോൾ ഇത്തവണ അത് എങ്ങനെയായിരിക്കും? 13-ൽ 12 ഇതവണ 13-ൽ 13 ആവും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും മികച്ച ആത്മവിശ്വാസത്തിലാണ്. അതിനോടൊപ്പം തന്നെ മുഖ്യമന്ത്രി പറഞ്ഞ ആ ഒരു കാര്യം അത് കുന്നംകുളത്ത് നടപ്പിലാക്കിയിട്ടുണ്ടോ എന്നുള്ള ഒരു കാര്യവും ഒരു സംശയവും AC മൊയ്തീൻ പ്രകടിപ്പിക്കുന്നു. സുജി പട്ടാമ്പിക്കൊപ്പം MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശ്ശൂർ.